ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് കുക്കിങ്ങിന് ആവശ്യമില്ലാത്ത രണ്ട് റെസിപ്പിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്ന് മാംഗോ മൂസും പിന്നെ ഒന്ന് മാംഗോ കുൽഫിയും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല മധുരമുള്ള മാമ്പഴം തന്നെ എടുക്കുക. ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് മുഴുവനായിട്ടും ഒരു മാമ്പഴം കൊണ്ടാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു മാമ്പഴം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതെല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നല്ലതായിട്ട് പൾപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ 250 ml ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുൽഫിയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടിലും വലിയൊരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്തൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുമ്പോൾ മാംഗോ പൾപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ചോളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാംഗോൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, നിർബന്ധമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അത്യാവശ്യം മാമ്പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിൽ വന്നിട്ടുണ്ട്, കളറും വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കുൽഫി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുൽഫി മോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തല്ലോ, അപ്പോൾ അത് നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് തിക്കാവുന്ന ഒരു പരുവത്തിന് മുമ്പായിട്ടൊന്ന് നിർത്താം. ആ ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ നിർത്താം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിൽ 4 എണ്ണത്തിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി നമ്മൾ ഇനി മാംഗോ മൂസാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മാംഗോ മൂസിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ബദാമും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇതിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് സെറ്റ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് അല്പം മാംഗോ പൾപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് മുകളിൽ വീണ്ടും നമ്മൾ ഈ ഒരു മാംഗോ പൾപ്പ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കൂടുതൽ ലെയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ലെയർ കൊടുത്തിട്ട് ചെയ്യാം. അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ഇതുപോലുള്ള ഗ്ലാസ്സിലും പിന്നെ ഒരു 3-4 ബൗളിലും കൂടിയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്കത് കിട്ടുന്നുണ്ട്. ഒരു മാംഗോ വെച്ചിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം വലുപ്പമുള്ളൊരു മാംഗോ തന്നെ ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഇപ്പോൾ 6 കുൽഫി ഞാൻ റെഡിയാക്കി എടുത്തു ഇതിൽ നിന്ന്. പിന്നെ ഇതേപോലെ ഒരു 2 ഈ ഗ്ലാസ്സിലും പിന്നെ ഒരു 3 ബൗളിലും കൂടെ ഞാൻ ഈ ഒരു മാംഗോ മൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് മുകളിൽ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഈ മാമ്പഴം തന്നെ വളരെ തിന്നായിട്ട് അരിഞ്ഞിട്ട് അത് ഒരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ കുൽഫി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്ത് നോക്കി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മുകളിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം സാധാരണ വെള്ളത്തിൽ തന്നെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒന്നുകൊണ്ട് ഇറക്കി വെച്ചാൽ മതി. നല്ലതായിട്ട് ചൂടുവെള്ളം വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് മുകളിൽ നിന്ന് വിട്ട് കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി നമ്മുടെ മാംഗോ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മോൾഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്താലും മതി. ഇതിപ്പോൾ ഞാനൊരു 5-6 വർഷം മുൻപ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ മാംഗോ മൂസും അതുപോലെ തന്നെ മാംഗോ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.